അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. വിശുദ്ധ ഖുർആൻ്റെ വലിയൊരു പ്രഖ്യാപനമാണ് കുല്ലു നഫ്സിൻ സായിഖത്തുൽ മൗത്ത്. മുഴുവൻ ആത്മാവുകളും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും. മരണത്തിൽ നിന്ന് ആർക്കും ഒളിച്ചോടാൻ സാധിക്കുകയില്ല. ജീവനുള്ള മുഴുവൻ വസ്തുക്കൾക്കും മരണമുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നീ ആരെ സ്നേഹിച്ചാലും ഒരു ദിവസം വിട്ടുപിരിയേണ്ടതായി വരും. നീ എത്ര സമ്പാദിച്ചാലും അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു ദിവസം നിനക്ക് യാത്രയാകേണ്ടതായി വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷേ ചില മരണങ്ങൾ നമ്മളെ വേദനിപ്പിക്കപ്പെടും. അങ്ങനെയുള്ളൊരു മരണമായിരുന്നു യഥാർത്ഥത്തിൽ ബഹുമാന്യനായ കറമുള്ള ഹാജി സാഹിബിൻ്റെ മരണം. ഒരുപാട് അദ്ദേഹവുമായി അടുത്ത് പല സന്ദർഭങ്ങളിൽ ദീനി ദഅവത്തിൽ പരിശ്രമത്തിൻ്റെ പേരിൽ ഹജ്ജ് ക്യാമ്പുകളിൽ വെച്ച്, അതോടൊപ്പം ഹജ്ജ് ഉംറ യാത്രകളിൽ വെച്ച് അദ്ദേഹവുമായി ബന്ധപ്പെടാനുള്ള ഒരുപാട് സന്ദർഭങ്ങളുണ്ടായി. ആ സന്ദർഭങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ അനുപമമായ വ്യക്തിത്വം മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളത്, അദ്ദേഹം വിശുദ്ധ ഖുർആൻ്റെ ഒരു കൂട്ടാളിയായിരുന്നു എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ ഏത് സമയങ്ങളും പാരായണം ചെയ്യുന്ന വലിയൊരു സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. യാത്രകളിലും വിശ്രമവേളകളിലും വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തിൻ്റെ കൈകളിൽ, അദ്ദേഹത്തിൻ്റെ അധരങ്ങളിൽ അത് എപ്പോഴും ചലിച്ചുകൊണ്ടേയിരുന്നു. വലിയൊരു വിശുദ്ധ ഖുർആനിൻ്റെ ഒരു പാരായണം ചെയ്യുന്നൊരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ്റെ അഹ്ലുകാരോടൊപ്പം അദ്ദേഹത്തിന് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം അത് നോമ്പനുഷ്ഠിക്കുക എന്നതായിരുന്നു. എല്ലാ സുന്നത്തായ നോമ്പുകളും അദ്ദേഹം അനുഷ്ഠിച്ചിരുന്നു. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അദ്ദേഹത്തിന് നോമ്പായിരുന്നു. അതേപോലെ തന്നെ മാസത്തിൽ അയ്യാമുൽ ബീദിൻ്റെ നോമ്പുകൾ 13, 14, 15 നോമ്പുകൾ അദ്ദേഹം നിഷ്ഠയോടുകൂടി അദ്ദേഹം നിർവഹിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ നോമ്പുകൾ അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയും റയ്യാൻ എന്ന കവാടത്തിലൂടെ അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമായി കണ്ടിരുന്നത് അദ്ദേഹം ദാനശീലനായിരുന്നു എന്നുള്ളതാണ്. വളരെ നല്ല രീതിയിൽ അദ്ദേഹം ധർമ്മം ചെയ്തിരുന്നു. അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സമ്പത്തും അനുഗ്രഹങ്ങളും അദ്ദേഹം ദാനം ചെയ്തിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹം ദാനം ചെയ്തു. അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുത്തു. വരും തലമുറയ്ക്ക് അദ്ദേഹത്തിന് ധാരാളം പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഇടത് കൈ അറിയാത്ത രൂപത്തിൽ അദ്ദേഹം വലത് കൈ കൊണ്ട് ദാനം ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ്. അങ്ങനെ ദാനം ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിൻ്റെ തണൽ നൽകുമെന്ന് പറഞ്ഞു. ബഹുമാന്യനായ കറമുള്ള ഹാജിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിൻ്റെ തണൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമായി ഞാൻ കണ്ടിരുന്നത് ദീനീ ദഅവത്തിൻ്റെ പരിശ്രമമായിരുന്നു. അദ്ദേഹം നമസ്കാരത്തിൽ നിഷ്ഠ നിർത്തുന്നത് പോലെ തന്നെ മറ്റുള്ളവരെ നമസ്കാരത്തിലേക്ക് അദ്ദേഹം ക്ഷണിച്ചിരുന്നു. നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന കണിശത, അദ്ദേഹം എല്ലാ സന്ദർഭങ്ങളിലും പറഞ്ഞ നമസ്കാരത്തിന് വേണ്ടി അദ്ദേഹം ജമാഅത്തായി ഹാജരാകുമായിരുന്നു. തറാവി നമസ്കാരങ്ങൾക്ക് പോലും അദ്ദേഹം രോഗശയ്യയിലായിരുന്ന സന്ദർഭത്തിൽ പോലും പരസഹായത്തോടു കൂടി അദ്ദേഹം പള്ളികളിൽ വന്ന് തറാവി നമസ്കരിക്കുന്നത് നമുക്ക് കാണാമായിരുന്നു. അതേപോലെ തന്നെ ദീനീ ദഅവത്തിൻ്റെ പരിശ്രമത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന നിഷ്ഠ, അദ്ദേഹത്തിന് ധാരാളം ബഹുമാനങ്ങളും ആദരവുകളും സമൂഹത്തിൽ ലഭിക്കുമായിരുന്നിട്ട് പോലും അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ദീനീ ദഅവത്തിൻ്റെ പരിശ്രമത്തിൽ അദ്ദേഹം സജീവമായി നിലകൊണ്ടു എന്നുള്ളത് അദ്ദേഹത്തിന് ദീനീ ദഅവത്തിൻ്റെ പരിശ്രമത്തിൽ എത്രമാത്രം ഊർജ്ജം നൽകിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. വരും തലമുറ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾ, അത് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഇസ്ലാമികമായ നിഷ്ഠ കൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നത്. നമുക്കറിയാൻ വേണ്ടി സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉദ്കുറു മുഹാസിൻ മൗതാക്കും, നിങ്ങളിൽ നിന്നും മരണപ്പെട്ട ആളുകളുടെ നന്മകളെ നിങ്ങൾ സ്മരിച്ചു കൊണ്ടിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വോയിസുകൾ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ വീഴ്ചകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തെ അറിയുന്നവർക്കും വരും തലമുറകൾക്കും അദ്ദേഹത്തിനെ പിൻപറ്റാനും ആ നന്മകൾ ഉൾക്കൊള്ളാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.